ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് സൂപ്പർ ഫുഡായിട്ടുള്ള റാഗിയെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ പഞ്ഞപ്പുല്ല്, പുല്ല്, മുത്താറി എന്നും പറയാറുണ്ട്. റാഗിയെക്കുറിച്ച് പലർക്കും പല ഡൗട്ടുകളായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ കോമൺ ആയിട്ടുള്ള ചില ഡൗട്ടുകളാണ്: റാഗി കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ലേ? ഗർഭിണികൾക്ക് കഴിക്കാൻ പാടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമോ? റാഗി പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാമോ എന്നൊക്കെയുള്ള സ്ഥിരമായിട്ടുള്ള ഡൗട്ടുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് റാഗിയിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. 100 ഗ്രാം റാഗിയിൽ 376 കിലോ കലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് 80 ഗ്രാമും ഫാറ്റ് 1.9 ഗ്രാമും കാൽഷ്യം 344 മില്ലിഗ്രാമുമാണ് അടങ്ങിയിട്ടുള്ളത്. കാൽഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ് റാഗി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നല്ലൊരളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോട്ടീന്, അയണ്, സിങ്ക്, ഫോളിക് ആസിഡ്, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, സെലീനിയം, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, തൈമിന്, നയാസിന് ഇവയൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡ് കൂടെയാണ്. റാഗി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ കുറക്കുന്നതാണ്. ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാൻ ഇത് സഹായിക്കുന്നതാണ്. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ് ആയിട്ടുള്ള മെഥിയോണിൻ, ലൈസിന് എന്നിവ ചെറുപ്പം നിലനിർത്താനും ചർമ്മത്തിലെ ചുളിവുകൾ കുറക്കാനും സഹായിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ റാഗി സഹായിക്കുന്നതാണ്. സ്ഥിരമായിട്ട് റാഗി കഴിക്കുന്നവർക്ക് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ കുറക്കാൻ, ഡിപ്രഷന്, ആൻസൈറ്റി, ഉറക്കക്കുറവുള്ളവർക്കൊക്കെ അത് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. രക്തക്കുറവുള്ളവർക്ക് രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് കൂട്ടുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. റാഗി കഴിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കഴിച്ചവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമെന്ന് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. റാഗിയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് റാഗി കഴിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നതല്ല. എന്നാൽ നമ്മൾ റാഗി കഴിക്കുന്ന രീതി അനുസരിച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റാഗി തവിടോട് കൂടെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നതല്ല. എന്നാൽ റാഗി ജ്യൂസ് അടിച്ച് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ടാണ് നമ്മൾ റാഗി കഴിക്കുന്നതെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നതാണ്. റാഗി കഴിക്കുമ്പോൾ അതിൻ്റെ തവിടോട് കൂടെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇനി റാഗി ഏത് രൂപത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. റാഗി എപ്പോഴും സ്പ്രൗട്ട് രൂപത്തിലാക്കിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത റാഗി പിറ്റേ ദിവസം തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിലുള്ള മുള വന്നിട്ടും ഈ മുളയോടുകൂടെ അത് ഉണക്കി പൊടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ രീതിയിലും റാഗി പൊടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. റാഗിയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് റാഗിയിലുള്ള മറ്റു പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് തടയുന്ന ഒന്നാണ്. ഈ ഫൈറ്റിക് ആസിഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റാഗി മുളപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ, അതുമല്ലെങ്കിൽ റാഗി റോസ്റ്റ് ചെയ്തിട്ട് വേണം പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫൈറ്റിക് ആസിഡ് കുറക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷനാണ്. അതായത് നമ്മൾ ദോശമാവൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്ന പോലെ റാഗി മാവ് കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റിക് ആസിഡിൻ്റെ ലെവൽ കുറയുകയും ഇതുമൂലം നമ്മുടെ റാഗിയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആരൊക്കെയാണ് റാഗി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത്? തൈറോയിഡ് ഉള്ളവർ റാഗി കഴിക്കുന്നത് നല്ലതല്ല. ഇതിനകത്ത് ഗോയിട്രോജനിക് കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് തൈറോയിഡിൻ്റെ ലെവൽ കൂട്ടുന്നതാണ്. നോർമലി ഉള്ള ഒരാൾക്ക് റാഗി കഴിക്കുന്നത് കൊണ്ട് തൈറോയിഡിൻ്റെ ലെവൽ കൂട്ടുന്നതല്ല. അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ, കിഡ്നിയിൽ സ്റ്റോണൊക്കെ ഉള്ളവർ റാഗി കഴിക്കുന്നത് നല്ലതല്ല. ഇത് കഴിക്കുന്നത് ഏതൊക്കെ രോഗാവസ്ഥയിലാണ് നല്ലത്? ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഫാറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറക്കുന്നതാണ്. അതുപോലെ അനീമിയ ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. അടുത്തത്, റാഗി ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് അതിനകത്ത് പാല് മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് പലർക്കും ഉള്ളൊരു ഡൗട്ട് തന്നെയായിരിക്കും. കാരണം റാഗിയിൽ അയണും പാലിൽ കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അയണിൻ്റെ അബ്സോർപ്ഷന് കാൽഷ്യം കുറക്കുമോ എന്നായിരിക്കും പലരുടെയും മനസ്സിലുള്ള ഡൗട്ട്. സാധാരണ നമ്മളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് കാൽഷ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റും ഒരുമിച്ച് കഴിക്കരുത്.
ഇത് ഒരുമിച്ച് കഴിച്ചാൽ അയൺ നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യുന്നത് കാൽഷ്യം തടയുമെന്നുള്ളത്. ചില പഠനങ്ങൾ പറയുന്നത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണവും ഒരുമിച്ച് കഴിക്കുന്നത് അയണിൻ്റെ അബ്സോർപ്ഷനെ വല്ലാണ്ട് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു പഠനങ്ങൾ പറയുന്നത് കാൽഷ്യവും അയണും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. റാഗി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പാൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ രക്തക്കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റാഗി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിലേക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ച് ജ്യൂസ്, ലൈം ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂറിന് ശേഷം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതാണ് നല്ലത്. അടുത്തത് റാഗി ഗർഭിണികൾക്ക് കഴിക്കാമോ എന്നുള്ളതാണ്. റാഗി ഗർഭിണികൾ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത് കഴിക്കുന്നത് ഗർഭിണിയുടെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നാണ്. ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയണ്, സിങ്ക്, ഫോളിക് ആസിഡ് ഇവയൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രഗ്നൻസിയിൽ. അതുപോലെ ഗർഭകാലത്ത് ഗർഭിണികൾക്ക് പാൽ കുടിക്കാൻ കഴിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ, പാൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റാഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഡൗട്ടായിരിക്കും ഗർഭിണികൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കറുത്തു പോകുമോ എന്നുള്ളത്. ഒരിക്കലും റാഗി കഴിച്ചത് കൊണ്ട് കുഞ്ഞ് കറുത്തു പോകുന്നതല്ല. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. കുഞ്ഞിൻ്റെ നിറം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അമ്മയുടെയും അച്ഛൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ജീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അടുത്തത് റാഗി നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാമോ, അതായത് ഡെയിലി കഴിക്കാമോ എന്നുള്ളതാണ്. റാഗി സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ്. എന്നാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ റാഗി നമ്മൾ അമിതമായിട്ട് കഴിക്കാൻ പാടുള്ളതല്ല. അത് ഈ ഒരു ഫുഡ് എന്നല്ല, ഏതൊരു ഫുഡും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അമിതമായിട്ട് കഴിക്കാൻ പാടുള്ളതല്ല. 1-2 തവണ നമുക്ക് ദിവസവും റാഗി കഴിക്കാവുന്നതാണ്. കുറുക്ക് രൂപത്തിലോ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഈ രൂപത്തിലൊക്കെ നമുക്ക് റാഗി കഴിക്കാവുന്നതാണ്. ദഹനത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് റാഗി കഴിക്കാമോ എന്നുള്ളതാണ്. മുലയൂട്ടുന്ന അമ്മമാർ റാഗി കഴിക്കുന്നതിലൂടെ അവരുടെ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അടുത്തത് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതലാണ് റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മാസത്തിന് ശേഷമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിൽ ഒന്നാണ് റാഗി എന്ന് പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ റാഗി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തവിടോട് കൂടെ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ റാഗി കൊടുക്കേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ടല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുക്കുന്ന ടൈമിലാണ് കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുള്ളത്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ റാഗിയിൽ നിന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ റാഗി തവിടോട് കൂടെ തന്നെയാണ് കൊടുക്കേണ്ടത്. റാഗി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, റാഗിയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഡൗട്ടുകളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.